അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ആദ്യം തന്നെ നമുക്ക് പ്രവാസികളായ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരൊരു ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല യാതൊരു രീതിയിലുള്ള പരീക്ഷണങ്ങളും നൽകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഗൾഫ് നാട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണല്ലോ അല്ലേ. നമ്മുടെ ഒരുപാട് ഉറ്റവരും ഉടയവരൊക്കെ അവിടെയുണ്ട് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കട്ടെ. അതെ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അന്നം തേടിപ്പോയ ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്. റഹ്മാനെ, ഇവിടെ അവർക്ക് ജീവിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തോലും ബുദ്ധിമുട്ട് കൊണ്ടും കടം കൊണ്ടൊക്കെ പോയവരായിരിക്കും. റഹ്മാൻ, ഒരുപാട് പ്രതീക്ഷയാണ് നമ്മുടെ നാടിൻ്റെ. അവർ അവരൊക്കെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹു, ഒരുപാട് ആളുകളുണ്ട്. എന്തൊക്കെ തന്നെയാലും കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. എന്തായാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പഠിച്ചവനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലല്ലോ അല്ലേ. അള്ളാഹു, ഒരു പക്ഷേ അങ്ങനല്ല, നമ്മുടെ മരണം എവിടെ വെച്ചാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയൂല. കാരണം നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ റൂഹിനെ പിടിക്കുന്ന ഓരോ ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതായിരിക്കും. എന്തൊക്കെ തന്നെയാലും പ്രവാസികളായി ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ടൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും അല്ലേ. എന്തായാലും പ്രവാസികളായ ആളുകളെ കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഫാമിലി ഉണ്ട്. എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ട്, മക്കളുണ്ട്. ഇപ്പോൾ അമ്മാവനും അമ്മായിയും അതുപോലെ തന്നെ അവരെ മോളും മക്കളും എല്ലാവരും അവിടെയാണ് കേട്ടോ. ദുബായിൽ അല്ലൈന് UAE ആ ഭാഗത്ത്, UAE അല്ലൈൻ ആ ഭാഗത്തൊക്കെയാണ്. അതുപോലെ തന്നെ അബുദാബിയിലുണ്ട് ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബീനത്താത്ത, അത് അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കാതിരിക്കട്ടെ. അവർക്ക് സുരക്ഷിതമാകട്ടെ ആ ഭാഗമൊക്കെ എല്ലായിടത്തും കേട്ടോ. പഠിച്ചവനെ അല്ലാഹ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ, ആമീൻ. പ്രവാസത്തിലേക്ക് പോകുന്നതന്നെ റഹ്മാനെ നമ്മളെ ഈ ഒന്ന് വീട്ടിലെ കടങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടും അവർക്കൊരു സമാധാനത്തിലൊരു ജീവിതം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ. എന്തായാലും തവക്കൽത്തു അലല്ലാഹ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല നിങ്ങളോട്. എനിക്ക് പറയാനായിട്ട് ഭയങ്കര ഒരു പൊറുതിയേട് കേട്ടോ. നൂർ ഫാത്തിമൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞിരുന്നു, നൂർ ഫാത്തിമയെ കൈ പിടിച്ച് ഒരു സ്ത്രീ വന്നു കൈ പിടിച്ച് കയറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് പറയാൻ കാരണം എന്തായിരുന്നു, എൻ്റെ ഉമ്മ അന്ന് ഉംറയ്ക്ക് പോയ ടൈമായിരുന്നത്. അന്ന് ഉമ്മ വന്നിട്ട് അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറയണം. ഉമ്മ പറയാൻ എനിക്ക് വല്ലാത്തൊരു നഷ്ടം, അവരെ നമ്പർ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താ, ഒരിക്കലും കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഉമ്മമാരൊന്നും ഒരിക്കലും കളവ് പറയൂല, അവർ പറഞ്ഞിട്ടും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നവരൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാരൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി അതെന്തൊക്കെ തന്നെയില്ല ആ ഒരു അനുഭവം നിങ്ങൾക്ക് എൻ്റെ ഒരു കഥയിലൂടെ വിടണമെന്ന്. അപ്പോൾ നൂർ ഫാത്തിമ എന്നുള്ള സംഭവം, ആ ഒരു ഇസ്ലാം മതത്തിൽ സ്വീകരിച്ച ആ പെൺകുട്ടി, അതൊക്കെ യഥാർത്ഥം തന്നെയാണ്. ഇസ്ലാമിലേക്ക് സ്വീകരിച്ചതും ക്രിസ്ത്യാനി പെണ്ണായിരുന്നു, ഉസ്താദിനെ സ്നേഹിച്ച ക്രിസ്ത്യാനി പെണ്ണ്, അതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അവരിപ്പോഴും ഉണ്ട്, പക്ഷേ പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, പക്ഷെ സംഭവം അത് തന്നെ. എന്നാൽ ആ ഒരു അനുഭവം, ഉമ്മാക്കുണ്ടായ അനുഭവം എനിക്ക് പങ്കുവെക്കണം തോന്നിയപ്പോൾ നൂർ ഫാത്തിമ എന്ന കഥാപാത്രത്തിലൂടെ ഞങ്ങൾക്ക് പങ്കുവെച്ചതാണ് അല്ലേ. ഇനിയിപ്പോൾ അന്ന് തന്നെ ഉമ്മാക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. എന്താപ്പോൾ അങ്ങനെ, വേറെ ആരും അല്ല. കമൻറ്റുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലാണ്, നമ്മൾ സ്വന്തം വീട്ടിലാണുള്ളത്. ഞാനിപ്പോൾ എൻ്റെ മൂത്താപ്പോൾ അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്, അങ്ങനെ വന്നതാണ്. പക്ഷേ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ, ഉമ്മാനെ മാത്രം കൈ പിടിച്ച് കയറ്റിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ നിമിഷം തന്നെ ഉമ്മയോട് ചോദിച്ചു. ഉമ്മ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഉമ്മ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് കൈ പിടിച്ച് കയറ്റി എന്നല്ല, അവിടെ ഒറ്റം വരെ കൈ പിടിച്ച് കൊണ്ടുപോയിന്ന്. എനിക്ക് മുസല്ല വിരിച്ചു തന്നു, കനമില്ലാത്തൊരു മുസല്ല. നമ്മൾ ഉംറക്കൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുമല്ലോ, തീരെ കട്ടില്ലാത്ത അത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ആ മുസല്ല. അത് അവിടെ എനിക്ക് നേർത്തി തന്ന് എന്നോട് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ മഹദിയെ കാണുന്നില്ല. എന്താ അത്ഭുതം, അള്ളാഹുക്ക് അറിയാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പോലെയാണല്ലോ എല്ലതും അല്ലേ. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്, അത് ആഗ്രഹം പൂർത്തീകരിക്കുമല്ലോ.
അതുമല്ല ഖദീജ ബിയുടെ പേരിലൊരു ഫാത്തിഹ ഓതിയിട്ടാണ് ഉമ്മ കയറിയത്. ഉമ്മാൻ്റെ കൂടെ ആരുമില്ല, ഞങ്ങൾ മക്കളാരും പോയിട്ടില്ല, മക്കളുമില്ല. പിന്നീട് ഗ്രൂപ്പിൽ പോയപ്പോൾ അതിൻ്റേതായ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഉമ്മ ഇങ്ങനെ തോന്നി, പഠിച്ചവൻ്റെ കൂടെ ആരുമില്ലല്ലോ, എങ്ങനെ ഞാനണ്ട് കയറുക എന്നുള്ളൊരു തോന്നലിങ്ങനെ വന്നപ്പോൾ ഫാത്തിഹ ഓതി. ഒന്നുകൊണ്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ കൈകൾ നീട്ടി ഉമ്മറക്കായി പിടിച്ചുകൊണ്ട് തന്നെ. അതുമാത്രമല്ലല്ലോ, രണ്ട് ഭാഗത്തുമായിട്ട് അറബികൾ, ഓരോ ആളുകളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് എന്തൊക്കെ കാണിച്ച് യാചിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവരോടൊക്കെ എന്തോ അറബിയിൽ ഇതിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ടെന്ന്. ഒരിക്കലും ഇത് ഖദീജ ബീവി എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഖദീജ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതിയത് കൊണ്ട് അള്ളാഹു ഇറക്കിയ മറ്റൊരു സ്ത്രീയാണെങ്കിലോ, ഏതെങ്കിലും ഒരു അറബി സ്ത്രീ ആയിരിക്കും, അവിടുത്തെ അറബിയാണ് സംസാരിക്കുന്നത്. ഉമ്മ പറയും, പിന്നെ എനിക്കതിനെ കാണാൻ കഴിഞ്ഞില്ല, വല്ലാത്തൊരിത്. അപ്പോൾ അനിയത്തി ചോദിച്ചു, നിങ്ങൾക്ക് നമ്പർ വാങ്ങണ്ടമ്മ അപ്പം തന്നെ. ഉമ്മ പറയുന്നത്, അപ്പം നമ്പർ വാങ്ങണതൊന്നുമല്ലല്ലോ, നമ്മളവിടെ എത്തിയൊരു സന്തോഷം, അവിടെ രണ്ടരക്കത്ത് നിസ്കരിക്കണ സന്തോഷമല്ലേ നമുക്കുള്ളത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിനൊന്നും കാണിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമെന്നില്ല, അറബിയല്ലേ, എന്നാലും നമ്പറെങ്കിലും ഒന്ന്. അങ്ങനെയൊക്കെ വിചാരിച്ച സമയത്ത് പിന്നെ കണ്ടില്ല. അതാണ് സംഭവം. മക്കയിൽ എത്രയോ അനുഭവങ്ങൾ അങ്ങ് നടന്നിട്ടുണ്ടല്ലോ. ഇപ്പം അടുത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ഒരു സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ 28 വർഷമായി അത്ര സംസാരിക്കാൻ കഴിയൂല, ഒന്നും മിണ്ടാൻ കഴിയൂല. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആഗ്രഹം എന്താണ്? പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുത്ത് പോയി എന്താണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, അത് നമുക്ക് കിട്ടുന്നല്ലേ. അങ്ങനെ ആദ്യം ഇത് കണ്ട പാടനും ചോദിച്ച, റബ്ബേ എനിക്കൊന്ന് സംസാരശേഷി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ അല്പസമയം കൊണ്ട് തന്നെ അതിന് സംസാരശേഷി തിരിച്ചു കിട്ടിയിരുന്നു. അത് അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഉരുവിടുന്നതൊക്കെ. കാരണം ആദ്യമായിട്ടാണ് അത് ആ സംഭവം അത് ലഭിക്കുന്നത്. മക്കയിൽ പോയപ്പോഴാണ് ഈ സംഭവം. അതേ സെയിം സംഭവം മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മഞ്ചേരിക്കടുത്തൊരു തങ്ങളുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചികിത്സയൊക്കെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ നമുക്ക് നല്ല ഫലമൊക്കെയാണ്. ഈ പ്രസവത്തിൻ്റെ കാര്യത്തിനൊക്കെ സാധാരണയായിട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ വിവരം പറയാനൊക്കെ പോവാറുണ്ട്. എനിക്കും അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവം കൂടി ഇതിൽ പറയാം. എൻ്റെ രണ്ടാമത്തെ മോള് ഫാത്തിമ ഷിഫ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൊണ്ടും പറയില്ല, ഞാൻ ഒരു അത്ഭുതങ്ങൾ അള്ളാഹു വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല പറഞ്ഞാണ്. എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്നുള്ളത്, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ. അപ്പോൾ വല്ലാത്ത ആഗ്രഹം എന്ന് വെച്ചാൽ മനസ്സിൽ. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവിടുന്ന് വീട്ടിൽ നിന്ന് പ്രസവിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർ മരുന്ന് വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം ആ ലേബർ റൂമിലെ കട്ടിൽമേൽ കിടന്ന് നിരകിച്ചതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആഗ്രഹം, പഠിച്ചവൻ എനിക്ക് സുഖപ്രസവം നീ രണ്ടാമത്തെ വീട്ടിൽ നിന്ന് നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിച്ചതാണ്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല കേട്ടോ. അവസാനത്തെ മാസത്തിൽ ഇങ്ങനെ ആ ഡേറ്റൊക്കെ നോക്കി നിന്ന്, പക്ഷെ ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ പേടിയായി. ഏതായാലും നമുക്ക് ഡേറ്റൊന്നും ആണില്ലല്ലോ, അസുഖമൊന്നും വരണമില്ലല്ലോ എന്ന് പറഞ്ഞ് അവസാനം ആ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ തങ്ങളുണ്ട്, മുട്ടിപ്പാലത്ത് മഞ്ചേരിക്കടുത്ത്, അവിടെ പോയി വിവരം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു സമയമായിട്ടില്ല, സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കൊരു നറുക്കിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരു വിശ്വാസം എല്ലാവരും ചെയ്യണം. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഖുർആൻ വാക്യം എഴുതിയ ഒരു നറുക്കെന്തോ തന്നിട്ട് അത് വെള്ളം കുടിച്ച്, ഞാൻ ആ വെള്ളം കുടിച്ചൊരു 6-7 ദിവസം അത് കഴിയുന്നതോടുകൂടി എനിക്ക് ലേബർ പെയിനൊക്കെ വന്നു, പ്രസവവേദനയൊക്കെ വന്നു. അൽഹംദുലില്ലാ സുഖസുന്ദരമായി ഞാൻ പ്രസവിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് അല്ലേ, ഈ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അവിടെ പോകും, അവിടെ പോയിട്ട് അമ്മ സുഖപ്രസവം ഉണ്ടാവാറാണ് പതിവ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളായിരുന്നു. കാലുകളൊക്കെ കുഴഞ്ഞ് ശേഷിയില്ല, ചെറുപ്പം മുതലേ ശേഷിയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിരങ്ങി പോണ രീതിയിലാണ് അദ്ദേഹം. പോയിട്ടുണ്ടാവുമായിരിക്കും പലരും, അങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹം കഅബ ഷരീഫിന് അരികിൽ ചെന്നു. ഒരാൾ അതിനോട് പറഞ്ഞു എണീക്ക് എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് എണീക്കാൻ കഴിയില്ല, എൻ്റെ കാലുകൾ തളർച്ച ബാധിച്ചു, എനിക്ക് അരക്കിപ്പെട്ട് ഇങ്ങനെ നടക്കാൻ കഴിയൂല, ഞാനിങ്ങനെ നടക്കൽ തന്നെയാണ്, ഇങ്ങനെ നിരങ്ങിപ്പോകാനാണ്, എണീക്കാനാണ് പറഞ്ഞത് എന്ന് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞപ്പോഴും ഇല്ല എനിക്ക് നടക്കാൻ കഴിയില്ല സുഹൃത്തെ, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എണീക്കൂ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു.
ഒരാൾ. കൈക്കെടുത്തു. ആ നിമിഷം തന്നെ ആ കൈകൾ അദ്ദേഹം പിടിച്ചപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയാണ് ചെയ്തത്. അതൊക്കെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളാണതൊക്കെ. അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണല്ലോ. നമ്മൾ ചിന്തിക്കണം, പഠിച്ചോൻ എല്ലാത്തിനും കഴിവില്ലല്ലേ, വേറെ ആരുമല്ലല്ലോ, പഠിച്ച റബ്ബല്ലേ നമ്മളെ സൃഷ്ടിച്ചേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടക്കുകയാണ്. അതെ, വീൽ ചെയറിലൊക്കെ ഉംറക്ക് പോയിരുന്ന അദ്ദേഹം തിരിച്ചു വന്ന് നടന്നിട്ടാണ് വിമാനത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്നതൊക്കെ. ശരിക്കും അത്ഭുതം തന്നെ. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് അറിഞ്ഞു. അതിൻ്റെ അനിയത്തിൻ്റെ പ്രസവമൊക്കെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ ആയപ്പോൾ രണ്ടാമത്തെ അവൾക്ക് പ്രസവിക്കാൻ വല്ലാത്ത ആഗ്രഹം. അതെ, ആ ആഗ്രഹം അവിടെ പോയി ഒന്ന് പറഞ്ഞു. മൂത്തത് ഓപ്പറേഷൻ ആയിരുന്നു, പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അത് അവൾക്ക് നല്ല ഖേദം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സുഖപ്രസവം വേണമെന്ന് അവൾക്ക് വല്ലാത്ത ആഗ്രഹം. അവിടെ പോയി പറഞ്ഞു. ഡോക്ടർ മധുരഞ്ജിനി HMS ഹോസ്പിറ്റലിലെ കോട്ടക്കൽ, അവിടെ പോയിട്ട് കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവളോട് ചോദിച്ചു, മോൾക്ക് സിസേറിയൻ വേണോ സുഖപ്രസവം വേണോ? മധുരഞ്ജിനി, പേര് പോലെ തന്നെ ആയിരുന്നു, മധുവായിരുന്നു അവർ. അപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് പ്രസവിക്കാനാണ് ഇഷ്ടം, ഞാൻ പ്രസവിച്ചിട്ടില്ല, ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു, എൻ്റെ പെട്ടെന്ന് പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ പറഞ്ഞു, മോളെ നമുക്ക് വെയിറ്റ് ചെയ്യാം, വീട്ടിൽ പ്രസവം പോലെ ഇരിക്കും കേട്ടോ, കാരണം പെട്ടെന്ന് മരുന്നൊന്നും വെക്കാൻ പറ്റില്ല, ആദ്യത്തെ തുന്നി ഇളകാനൊക്കെ ചാൻസ് ഉണ്ടായതുകൊണ്ടേ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ 8 ദിവസം ഞങ്ങളെല്ലാവരും HMSൽ നിന്നു. ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും നിൽക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ റൂം തന്നെ അവിടെ എടുത്തു അവൾ പ്രസവത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 8 ദിവസം നിന്നപ്പോൾ അവൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂർ കൂടെ കേട്ടോ മോളെ, 4 മണിക്കൂർ കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്നാൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് 2 മണിക്കൂറായപ്പോഴേക്കും അവൾ സുഖപ്രസവം അവൾക്കുണ്ടായി. അൽഹംദുലില്ലാ. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 9 വയസ്സാണ്. സഫമോളെ 1 വയസ്സിന് മൂത്തതാണ് ആ കുട്ടി. ഇപ്പോഴത് അൽഹംദുലില്ലാ പഠിക്കാനൊക്കെ മിടുക്കിയായ നല്ല കുട്ടിയാണ് കേട്ടോ. അല്ലാഹ് എന്തൊക്കെ തന്നെ, ഇതാണ് മക്കളെ അത്ഭുതം. നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അള്ളാഹു നൽകുന്നല്ലേ. അപ്പോൾ ഒരിക്കലും ഇതൊരു കളവായിട്ട് പറയുമോ, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പലർക്കും. പക്ഷേ പടച്ച റബ്ബിനോട് പറഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. വിധിയെ വരെ മാറ്റിമറിക്കുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം. ആ ഒരു സങ്കടപ്പെടുകയെന്ന് വെച്ചാൽ എങ്ങനെ റബ്ബെ കയറുക എന്നുള്ള, അല്ലാഹ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആ നിമിഷം ഫാത്തിയ ഖദീജ ബിയുടെ പേരിൽ ഓതും കൂടി ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ അന്നത്തെ അനുഭവം ഞാൻ നൂർ ഫാത്തിമ എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞെന്ന് മാത്രം, ഒരിക്കലും കളവല്ല. കാരണം ഉമ്മയുടെ പേര് അങ്ങനെ അന്നിപ്പോൾ ഉമ്മാൻ്റെ പേരൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നലെ എനിക്കതിനൊരു ഖദീജ ബിയുടെ വഫാത്ത് ദിവസം അത് പറയേണ്ടി വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞോന്ന് മാത്രം കേട്ടോ, വേറെ ഒന്നുമല്ല. നിങ്ങളാരും ഒന്നും വിചാരിക്കേണ്ട, തെറ്റിദ്ധരിക്കേണ്ട, ഒരിക്കലും കളവല്ല. പിന്നെ നമ്മൾ നൂർ ഫാത്തിമ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരൊക്കെ തികച്ചും സാങ്കല്പികം മാത്രമാണ്. പക്ഷേ അവളുടെ പ്രവൃത്തികളും അവളുടെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് ഞാൻ എടുത്തത്. അവരിപ്പോഴും ഉണ്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വന്നത്, ഒരുപാട് കമൻറ്റ് അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ എൻ്റെ കഥകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, പുണ്യ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയും, ഇഷ്ടമുള്ളത് പറയും. പലർക്കും ഉസ്താദുമാരെ കാര്യങ്ങൾ പറയുന്നത് പലർക്കും ഇഷ്ടമല്ല അല്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളും ഏത് സമയവും നമുക്ക് പോകേണ്ടത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നല്ലത് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞാൽ അത് നല്ല കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കഥയുടെ രൂപത്തിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ആ ഒരു നമ്മൾ ശരിക്കും ഇപ്പോൾ ഖുർആൻ ഇങ്ങനെ കഥ വായിക്കണ പോലെ വായിച്ചു പോവുകയാണെങ്കിൽ, മലയാളത്തിലൊക്കെ ആണെങ്കിൽ തർജ്ജമ അറബികൾക്കൊക്കെ അർത്ഥം അറിയാലോ, നമുക്ക് നല്ല രസകരമായി വായിച്ച് അതിൻ്റെ കഥകളിലേക്ക് ഉൾക്കൊള്ളാനും, എല്ലാ നബിമാരെ കഥകളും ഒരുപാടുണ്ടല്ലോ കഥകൾ. മൂസാ നബിൻ്റെ ഒക്കെ എത്ര മനോഹരമായ കഥകൾ, മറിയം ബീവിൻ്റെത് ഒക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഥകളായതുകൊണ്ടാണ് നമുക്ക് അത് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ കേട്ടിരിക്കാനൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ നമുക്ക് അർത്ഥം അറിയണവർക്ക് നല്ല ആസ്വദിച്ച് അവർ ഓതും, അറിയാത്തവർ അങ്ങനെ ഇതായാലും കുഴപ്പമില്ല, നമുക്ക് പ്രതിഫലം കിട്ടും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയിൽ കൂടെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്തതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ചില കമൻറ്റുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണുനീരാണ് വന്നത്. ഞാനിങ്ങനെ അപ്പോൾ തന്നെ ഉമ്മനോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോളെ കൈ പിടിക്കാൻ മാത്രമല്ല, കൈ പിടിച്ച് അവിടെ ഏറ്റവും കൊണ്ടുപോയിക്കണ് ഒരു മുസല്ല സ്വല എന്ന് പറഞ്ഞിട്ട് അറബിയാണ്, അറബിച്ച് ഇതിലാണ് നിസ്കരിക്കാൻ ആവശ്യമുണ്ട്. ഉമ്മ അവിടെ നിസ്കരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആളെ കാണാമല്ല. അള്ളാഹുവിൻ്റെ അടുത്തല്ലേ എല്ലാം, പഠിച്ചറിയണ്ടല്ലോ എല്ലാം.
ഉമ്മ ഒരിക്കലും കളവ് പറയില്ല ആ കാര്യത്തിൽ. അതും പുണ്യ സ്ഥലത്ത് വെച്ചിട്ടൊക്കെ പറയാമെന്നൊക്കെ പറയുമ്പോഴേ അതൊരിക്കലും അത് കാരണം അത്ര സൂക്ഷ്മതയോടെ ഉമ്മ ജീവിക്കുക. അതുകൊണ്ടാണ് നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് അതൊക്കെ. അത്രക്കും ഭയമാണ് ഉമ്മക്ക്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കട്ടെ, ആ പുണ്യഭൂമിയിൽ. അതുപോലെ തന്നെ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇന്നത്തെ സ്റ്റോറി ഞാൻ പറയാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എല്ലാവരും ക്ഷമിക്കണം. ഞാനൊരിക്കൽ പോലും കളവായിട്ട് പറഞ്ഞതൊന്നല്ല. നിങ്ങൾ എന്തായാലും നമുക്ക് നമ്മളെ കഥയിലേക്ക് പ്രവേശിക്കാം അല്ലേ. ഉസ്താദിന് വല്ലാത്ത ആഗ്രഹം അത് ഹാദിയയെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകണം. അവൾക്ക് പഠന സൗകര്യം കൊടുക്കണം. അവൾക്ക് കൂടുതൽ അറിവ് നേടണം. ഒരുപക്ഷെ അത് നാട്ടിലെ ആ കോളേജിലാകുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. വീൽ ചെയർ ഒരാളെന്നും അവളെ കൊണ്ടുപോവുക ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ പ്രയാസമായിരിക്കും. എന്നാൽ ഉസ്താദിന് തോന്നുകയാണ്, റഹ്മാനെ അവളുടെ സംരക്ഷണം ഞാനങ്ങ് ഏറ്റെടുത്താലോ. പക്ഷേ അതിനു വേണമല്ലോ നിക്കാഹ് ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി. ഹലാലാക്കി കഴിഞ്ഞാൽ എന്തുമാവാം അല്ലേ. തൊടുന്നതിനും പിടിക്കുന്നതിനും കാണുന്നതിനും കുഴപ്പമില്ല, ഹലാലല്ലല്ലോ. എന്നാൽ ആ പിതാവിനോട് അദ്ദേഹം അത് ചോദിക്കുകയാണ്, അത് ചോദിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, ഹാദിയുടെ പിതാവിനെ ആഷി ഉസ്താദ് വിളിക്കുകയാണ്. ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്, മിന്നലെറിയുന്നുണ്ട്. മോളെ, ഉപ്പ ഇപ്പൊ ഫോൺ എടുക്കണ്ട ഉപ്പ, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ആ ആയിക്കോട്ടെ. ആഷി ഉസ്താദ് വിളിക്കുന്ന സമയത്ത് അതാ നാട്ടിൽ നല്ല ഇടിമിന്നലുണ്ട്. എന്നാൽ ഹാദിയക്ക് ഉപ്പയുടെ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾക്ക് സമാധാനമില്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും അവൾ വീൽ ചെയർ തള്ളിക്കൊണ്ട് അതാ ഉപ്പയുടെ ഫോൺ വെച്ച അതിനരികിലേക്ക് പോകുന്നു. ഒരു നിമിഷം അവൾ ആ നമ്പർ കണ്ട് ഞെട്ടി. റബ്ബേ, ആഷി ഉസ്താദോ? എന്നാൽ തൽക്കാലം ഉപ്പയോട് ഇപ്പോഴത് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ഫോൺ എടുക്കും. റബ്ബേ, എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലോ എന്നവൾക്ക് ഭയം തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മഴയും ഇടിയുമെല്ലാം കുറഞ്ഞു വന്നു. ഉപ്പ, അവൾ ഫോണുമായി നേരെ ഉപ്പയുടെ അരികിലേക്ക്. ആ മോളെ, ആരാ മോളെ വിളിച്ചത്? ഉപ്പ, ആഷി ഉസ്താദാണെന്ന് തോന്നുന്നു. ആ, എൻ്റെ മോൻ വിളിച്ചോ? അല്ലാ, മോൻ വിളിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനാണ്. അങ്ങനെ അപ്പോൾ വീണ്ടും ഉസ്താദ് വിളിക്കുന്നു. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. ഉപ്പ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 2 പ്രാവശ്യം വിളിച്ചു മോനെ. ഇവിടെ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു മോനെ. ഇപ്പം അല്പം ആശ്വാസമുണ്ട്. ഉപ്പ ബുദ്ധിമുട്ടാണോ? ഞാൻ പിന്നെ വിളിക്കാം. അല്ല മോനെ, അല്ലുപ്പ, ഞാനത് പറയാം. എന്നാൽ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ അത് എങ്ങനെ പറയണോ? ഉപ്പയുടെ ശാന്തമായ മനസ്സിലേക്ക് അത് പറയുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ഭംഗിയെന്ന് ഉസ്താദിന് തോന്നി. അതെ, അവന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സമ്മതിക്കുകയോ ഇല്ലേ എന്നതിനെ കുറിച്ച്. ഉപ്പ, അന്ന് ഞാൻ വിളിക്കാട്ടോ. എന്നാൽ ഉപ്പാക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉപ്പ കുട്ടി എന്തിനായിരിക്കും വിളിച്ചത് എന്നുള്ള രീതിയിൽ ആ ഉപ്പ തിരിച്ച് വിളിക്കുകയായിരുന്നു. ആഷി ഉസ്താദ് ഫോണിൻ്റെ അടുത്തില്ലായിരുന്നു, അപ്പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ ആ നിമിഷം നമ്മുടെ സഫീറായിരുന്നു ഫോണിൻ്റെ അടുത്തുണ്ടായിരുന്നത്. ആഷി ഇതാ കോള് വരുന്നു. അവൻ ഫോണുമായി. ഹലോ, ആരാണ്? ആ ഹലോ, ഉപ്പയാണ്. ആ മോനെ, മോൻ എന്താ പറയാനുള്ളത് പറഞ്ഞോ. എന്തേ മോനെ, എൻ്റെ കുട്ടി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട അവൻ പറഞ്ഞു, ഉപ്പ, അത് ഹാദിയുടെ പഠനം എനിക്ക് പുനഃസ്ഥാപിക്കണം. അവളൊരിക്കലും കൂട്ടിലടച്ച കിളിയെ പോലെ അങ്ങനെ ഇരിക്കരുത്. അവൾക്ക് സ്കില്ലുണ്ട്, അതെല്ലാം വളർത്തിയെടുക്കണം. അതുകൊണ്ട് അവളുടെ പഠനം പുരോഗമിക്കണം. മോനെ, എങ്ങനെ വീട്ടിനകത്തിരുന്ന് ഓൺലൈനായി പഠിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരുപാട് സമയം അല്ലുപ്പ. അതൊരിക്കലും വീട്ടിനകത്തിരുന്നല്ല, കോളേജിലേക്ക് വന്ന്. കോളേജിലേക്കോ? എന്താ മോനെ നീ പറയുന്നത്? അതെ ഉപ്പ, ഹാദിയ ഇനി മുതൽ ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ ഉപ്പാക്ക് അവളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അവളിലുള്ള കഴിവുകളെല്ലാം വളർത്തിയെടുക്കും. അതിനുവേണ്ടി ഉപ്പ സമ്മതം തരികയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അല്ലാ
ഹാദിയെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ അവളുടെ ജീവിതം ഇരുളടഞ്ഞു പോകും. അത് കേട്ടപ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, എൻ്റെ കുട്ടിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. എൻ്റെ കുട്ടിക്ക് ശരിക്കും നടക്കാൻ പോലും കഴിയാതെ അവൾ എങ്ങനെ? ഉപ്പ, അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. ഉപ്പ ഓക്കെയാണോ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാനേറ്റു. എന്നാൽ ആ ഉപ്പ ഹൃദയം പൊട്ടിക്കരയായിരുന്നു. പൊന്നുമോനെ, പൊന്നുമോൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ കുട്ടിയെ എവിടെ വിടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ മോനില്ലാതെ എങ്ങനെ? ഉപ്പ, ഈജിപ്തിലേക്ക് പൊന്നുമോളെ വിടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇൻഷാ അല്ലാ ഞാൻ അവളെ നല്ലൊരു കുട്ടിയാക്കി വാർത്തെടുത്തോളാം. അവൾക്ക് പഠനം കൊടുക്കണം. ഇവിടെ അവളെ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ സെറ്റാക്കാം, ഒന്നും കുഴപ്പമില്ല. ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ പിതാവിൻ്റെ മനസ്സ് നിറഞ്ഞു. മോനെ, എൻ്റെ കുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് സമ്മതമേ ഉള്ളൂ. ഞാൻ മോളോട് ചോദിക്കട്ടെ. മോളെ ഹാദിയ, മോളെ, എന്താ ഉപ്പ? ഉപ്പ നല്ല ഹാപ്പിയിലാണല്ലോ. മോളെ, ഉപ്പാൻ്റെ കുട്ടി എവിടെ? ഉപ്പാൻ്റെ കുട്ടിക്ക് ഇനി പഠിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അത് മാത്രമേ താല്പര്യമുള്ളൂ. എനിക്ക് പഠിക്കണം ഒരുപാട്. പക്ഷെ എങ്ങനെ ഉപ്പ? ഇവിടെ നിന്നാൽ അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? മോളെ, എൻ്റെ കുട്ടിക്ക് വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യമുണ്ടോ? അതെ ഉപ്പ, തീർച്ചയായും ഉണ്ട്. ശരിക്കും അതാ അവളെ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവൾ ആഷി ഉസ്താദിൻ്റെ അരികിലേക്കാണെന്ന്. മോളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. എനിക്കും ഉമ്മാക്കും നിനക്കും കൂടെ ഒന്ന് പോകാം ആ സ്ഥലത്തേക്ക്, എന്നിട്ട് മോളെ ചേർത്താൻ. ഉപ്പ എങ്ങോട്ടാണ്? മോളെ, ഈജിപ്തിലേക്ക്. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷങ്ങൾ നിറഞ്ഞു. സത്യമായിട്ട് ഉപ്പ ഈജിപ്തിലേക്കോ? അതെ മോളെ, ആഷി ഉസ്താദാണ് വിളിച്ചത്. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു. അവൾ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അല്ലാഹുവേ, എനിക്ക് താല്പര്യമാണ്, ഒത്തിരി താല്പര്യമാണ്. അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ സന്തോഷം കണ്ണീരായി പുറത്തു വന്നു. ഉപ്പ, അതെങ്ങനെയാണിപ്പോ? അതൊക്കെ വഴിയുണ്ട് മോളെ, ആഷിയാണ് വിളിച്ചത്. ഇൻഷാ അല്ലാ ഒരു വഴി കാണാതിരിക്കൂലല്ലോ. എന്നാൽ ഹാദിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നു. റബ്ബേ, പഠിച്ചോനെ, അത് ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് കണ്ണീര് കുടിച്ചു, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം കൊണ്ടുവരികയാണോ? പഠിച്ചോനെ, അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതെ, ആഷി ഉസ്താദ് തന്നെ ഒരിക്കൽ പോലും അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യത്തിലും. ഇൻഷാ അല്ലാ എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരുപാട് സ്തുതിച്ചു. അൽഹംദുലില്ലാ ഹംദൻ ഗസീറൻ ത്വയ്യിബൻ മുബാറക്കൻ അല്ലാ റഹ്മാനെ. എന്നാൽ ആ പിതാവിൻ്റെ സന്തോഷം മനസ്സിലാക്കിയ ആഷി ഉസ്താദ് ഹബീബ് ഉസ്താദിനോട് നേരിട്ട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബ് ഉസ്താദിനോട് എല്ലാം തുറന്നു പറയണം. എന്നിട്ട് അവരിങ്ങോട്ട് വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ അതാ ആഷി ഉസ്താദ് ഹബീബ് ഉസ്താദിനെ വിളിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്തൊക്കെയാ ആഷി, സുഖല്ലേ? അൽഹംദുലില്ലാ, റാഹത്താണ്. അല്ല ഉസ്താദ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ, നിന്റെ പെങ്ങളെ കിട്ടിയതിൽ പിന്നെ എനിക്ക് ഹാപ്പി അല്ലടാ. ആ, മാഷാ അല്ലാ, അത് മതി. ആ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത് കാര്യമാണ് ആഷി? കല്യാണക്കാരുമാണെങ്കിൽ ഞാൻ എന്നോ നിന്നോട് പറയുന്നതാണ്. കല്യാണക്കാരല്ല, അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം, പഠനകാര്യം. ആര്? നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടുന്നവരല്ലേ? അതുമാത്രമല്ല, ഹാദിയക്ക് നല്ലൊരു പഠനം നൽകണം. ശരിക്കും ഹബീബ് ഉസ്താദിന് അത് കേട്ടപ്പോൾ ഒരു നിമിഷം അദ്ദേഹം, എങ്ങനെ അവളെ കൊണ്ട് കഴിയും ആഷി? കഴിയണം. കഴിയൂല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, കഴിയണം. അവളെ കൊണ്ട് കഴിയും. ഇൻഷാ അല്ലാ എല്ലാം ശരിയാകും. പടച്ചോനല്ലേ വലുത്. മനസ്സിലായില്ല? അതെ, ഞാൻ ഹാദിയെ ഈജിപ്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻഷാ അല്ലാ പഠനം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ. അതെ, അതിനെന്താ, വീൽ ചെയറിലായാലെന്താ, അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല. എന്നാൽ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു വന്നത്. സത്യാണോടാ? അതെ, സത്യമായിട്ടും. അല്ല, അവർ സമ്മതിച്ചു, ആ പിതാവ് സമ്മതിച്ചു. ഇനി അവളും കൂടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നാൽ
ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിലും ആ ഒരു ചിന്ത വന്നു. പഠിച്ചോനെ, ഇതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞിക്കണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ റൂമിൽ താമസിക്കുകയും ചെയ്യായിരുന്നു. ഇതിപ്പോൾ അതൊന്നും കഴിയാത്ത സ്ഥിതിക്ക് അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടാവൂലേ? ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ട്. പക്ഷേ അത് ആഷി ഉസ്താദിനോട് നേരിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അതൊരിക്കലും ഹലാലാകുക എന്ന് വെച്ചാൽ അത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ. അതിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ വേറെ മറ്റു വല്ലതും ചിന്തിക്കോ എന്നുള്ള രീതിയിലും ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. എന്തൊക്കെ തന്നെയായാലും ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിലും തോന്നി തുടങ്ങുകയാണ്, അതെ, ആശയെയും ഹാദിയെയും അങ്ങനെ കഴിപ്പിച്ചാലോ എന്നുള്ളത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സ്റ്റോറിയുടെ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതെൻ്റെ മനസ്സിലത്തെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പരമാവധി തെറ്റൊക്കെ ഞാൻ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം നിങ്ങൾ പറയുന്നതനുസരിച്ചൊക്കെ. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഈമാനോടുകൂടി മൗത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.